പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഏതാണ്ട് എല്ലാ പ്രത്യാശാഗോപുരങ്ങളും ഒരു വിഭജനാശയത്തിൻ്റെ ഒരു സമഗ്രാധിപത്യത്തിൻ്റെ പിടിയിൽ അമർന്നു വീണു പോകുമ്പോൾ, അതിൻ്റെ കൊടുങ്കാറ്റിൽ നിലം പതിച്ചു പോകുമ്പോൾ അവിടെ എതിർശബ്ദമായി നിൽക്കുകയും മനുഷ്യർക്ക് വേണ്ടിയും നീതിക്ക് വേണ്ടിയും രാജ്യത്തിൻ്റെ അടിസ്ഥാന ഭാവനയ്ക്ക് വേണ്ടിയും സംസാരിക്കേണ്ട മാധ്യമങ്ങൾ എന്തുമാത്രം പ്രത്യാശയുടെ സ്വഭാവം കാണിക്കുന്നുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുള്ള ഉത്തരം നിരാശയാണ്. ആ നിരാശയുടെ നടുവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ നിരന്തരമായി മാധ്യമങ്ങളെക്കുറിച്ച് ഇതുപോലെയുള്ള പരിപാടികളിൽ സംസാരിക്കുന്നത്. മാധ്യമങ്ങൾ ഈ നശിച്ച കാലത്ത് അവരുടെ ശരിയായ ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ഭയപ്പെടുകയാണ്. അതൊരു ഭയം മാത്രമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ന് ഇന്ത്യൻ മാധ്യമങ്ങൾ, നേരത്തെ വെങ്കടേഷ് സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ, പാരീസ് ആസ്ഥാനമായ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന സംഘടന ഓരോ വർഷവും പുറത്തുവിടുന്ന മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ ഇന്ത്യ ഓരോ വർഷവും കൂപ്പുകുത്തുകയാണ്. വെറുതെ കുത്തുകയല്ല, കൂപ്പുകുത്തുകയാണ്. ഇപ്പം നമ്മൾ 161 സ്ഥാനത്താണ്. നമ്മളെക്കാൾ ആഭ്യന്തര കാലുഷ്യങ്ങൾ നിറഞ്ഞ രാജ്യങ്ങളിൽ പോലും നമ്മളെക്കാൾ നന്നായി മാധ്യമ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നാണ് പാരീസ് ഏജൻസി പറയുന്നത്. അപ്പോൾ അവർ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കണക്കെടുക്കാൻ വേണ്ടി പലതരത്തിലുള്ള ക്രൈറ്റീരിയ മുന്നോട്ട് വയ്ക്കും. അത് വെറുതെ ഉള്ള പരിശോധനയല്ല. ഓരോ രാജ്യത്തും മാധ്യമങ്ങൾ ബഹുഭൂരിപക്ഷവും ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്, ആരാണ് അതിന് പണം മുടക്കുന്നത്, ആരുടെ മൂലധന താല്പര്യമാണ് അതിനകത്ത് പ്രവർത്തിക്കുന്നത്, ഗവൺമെൻറ്റുകൾ എന്തുമാത്രം സഹിഷ്ണുതയോടെ മാധ്യമങ്ങളുടെ വിമർശനങ്ങൾ കേൾക്കുന്നുണ്ട്, മാധ്യമങ്ങൾക്ക് പൊതുവെ എന്തുമാത്രം സർക്കാർ വിമർശന സ്വഭാവമുണ്ട്. ഇത്തരം പലതരത്തിലുള്ള മാനദണ്ഡങ്ങളെ പരിശോധിച്ചാണ് ഓരോ വർഷവും മാധ്യമങ്ങൾ ശരിയായ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ പോലെ ഒരു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ ബഹുസ്വര രാഷ്ട്രത്തിലെ വളരെ മർമ്മപ്രധാനമായ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ബാധ്യതപ്പെട്ട ഒരു മേഖല അതിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല എന്ന് മാത്രമല്ല, അടിസ്ഥാന വർഗക്കാരുടെ പ്രശ്നങ്ങളെ അവഗണിക്കുകയും ഭരണകൂടത്തിൻ്റെ മാത്രം താല്പര്യങ്ങളെ നിരന്തരം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നവരായി മാറുകയും ചെയ്യുന്നു എന്നതാണ് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ അപകടം. മാധ്യമങ്ങളെ എടുത്താൽ അതിന് പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. ഭരണകൂടങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിസന്ധി മാത്രമല്ല. ഓഫ് കോഴ്സ് മാധ്യമങ്ങൾക്ക് അതിൻ്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ബാഹ്യമായ പ്രതിസന്ധികളെ എടുത്താൽ ഭരണകൂടം ഉണ്ടാക്കുന്ന സമ്മർദ്ദം വളരെ വലുതാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഭരണകൂടത്തിന് വാഴ്ത്തുപാട്ട് പാടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ വല്ല കുക്കറി ഷോയും കാണിക്കാം, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് നിശബ്ദനായിരിക്കാം. അല്ലെങ്കിൽ ഭരണകൂടം നിങ്ങളെ വേട്ടയാടി പിടിക്കും, നിങ്ങളുടെ ഓഫീസിൽ റെയ്ഡ് ഉണ്ടാവും, നിങ്ങളുടെ ലൈസൻസ് കട്ട് ചെയ്യും. ഇതുമല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ചങ്ങാതിമാർ നിങ്ങളുടെ ഉടമാവകാശം വാങ്ങിയെടുക്കും. ഇതൊക്കെയും ഈ നേരത്തെ പറഞ്ഞ സ്വാതന്ത്ര്യത്തിൻ്റെ അളവുകോലാണ്. അതൊരു മാത്രമല്ല, പൊളിറ്റിക്കൽ പാർട്ടികൾ മാധ്യമങ്ങൾക്ക് മേൽ ഉണ്ടാക്കുന്ന സമ്മർദ്ദം ചില്ലറയല്ല. മതങ്ങൾ, പലതരത്തിലുള്ള ലോബികൾ, കോർപ്പറേറ്റ് ഭീമന്മാർ, വൻകിട മാഫിയകൾ, ഇവയൊക്കെ ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് മേൽ ഉണ്ടാക്കുന്ന സമ്മർദ്ദം ചെറുതല്ല എന്ന് പഠനങ്ങൾ പറയുകയാണ്. അപ്പം ബാഹ്യമായ സമ്മർദ്ദങ്ങളുടെ കണക്കെടുത്താൽ അതിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് സ്റ്റേറ്റ് ഉണ്ടാക്കുന്ന സമ്മർദ്ദമാണ്. ഭരണകൂടത്തിനെതിരായി സംസാരിക്കാൻ പാടില്ല എന്നത്. ആഭ്യന്തരമായ സമ്മർദ്ദം എന്താണ്? ആഭ്യന്തരമായി അവർ നേടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ക്വാളിറ്റി ലോസ് ആണ്. എന്ന് വെച്ചാൽ ഇവർ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമെന്ന് നിഷ്കളങ്കമായി അതിന്മേൽ പ്രത്യാശ വയ്ക്കുന്ന മനുഷ്യരോട് ചെയ്യുന്ന വഞ്ചന എന്നതാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ നേരിടുന്ന ആഭ്യന്തരമായ ഏറ്റവും വലിയ നഷ്ടം, ക്വാളിറ്റി ലോസ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ്? നോക്കൂ, ഒരു രാജ്യത്ത് എല്ലാം നന്നായി പ്രവർത്തിക്കുന്ന കാലത്ത് മാധ്യമങ്ങൾക്ക് ചെയ്യാൻ പ്രത്യേകമായി ഒന്നുമില്ല. പക്ഷെ നമ്മുടെ രാജ്യത്ത് സകല ഇൻസ്റ്റിറ്റ്യൂഷൻസും, കോടതികളും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാർ സംവിധാനങ്ങളും മുഴുവൻ ഈ വിപത്കരമായ കാലത്ത് ശരിയാവണ്ണമുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ടോ എന്ന് സംശയമുള്ള കാലത്ത് ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കാൻ ബാധ്യതപ്പെട്ട മാധ്യമങ്ങൾ അവയിൽ നിശബ്ദമാവുകയാണ്. ഏറ്റവും അവസാനം നിങ്ങൾ നോക്കൂ, ഇലക്ട്രൽ ബോണ്ട് എന്ന സംവിധാനം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് കോടതി എടുത്ത് ചവറ്റുകൊട്ടയിലിട്ടു. എന്താണ്? ദുരൂഹമായ അജ്ഞാതമായ കേന്ദ്രങ്ങളിൽ നിന്ന് റൂളിംഗ് പാർട്ടിക്ക് ശതകോടികൾ ഇങ്ങനെ വാങ്ങിയെടുക്കാൻ, അതിൻ്റെ കണക്ക് ആരെയും ബോധിപ്പിക്കാതെ അവർക്ക് മാത്രം സ്വന്തമായി ഒരു ധനവിനിമയ ഏർപ്പാടുണ്ടാക്കാൻ കഴിയുന്ന തരത്തിലൊരു പാരലൽ സാമ്പത്തിക സംവിധാനം ഒരു സർക്കാർ ഉണ്ടാക്കിയിട്ട് നമ്മുടെ കോടതി അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയാൻ 5 വർഷം എടുത്തു. ആ 5 വർഷം കൊണ്ട് ഡാമേജ് ഹാസ് ബീൻ ഡൺ. അപകടം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. BJP മാത്രം കോടികൾ സമ്പാദിക്കുകയും മറ്റുള്ളവരുടെ മുഴുവൻ സോഴ്സ് തിരിച്ചറിഞ്ഞ് അവരെ മുഴുവൻ ബ്ലോക്ക് ചെയ്യുകയും പ്രതിപക്ഷത്തെ സാമ്പത്തികമായി നിരായുധീകരിക്കുകയും ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അതുകൊണ്ട് വിനാശം സംഭവിച്ചു കഴിഞ്ഞു. പക്ഷെ ഫൈനലി കോടതി അത് മോശമാണെന്ന് പറഞ്ഞു.
നിങ്ങൾ ഈ ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമല്ലേ എന്ന് ചോദിക്കാൻ ഈ രാജ്യത്തൊരു മാധ്യമ സ്ഥാപനം ഉണ്ടായില്ല എന്നതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത്. RBI പറയാണ്, ഞങ്ങൾക്കല്ലേ ബോണ്ടുകൾ പുറത്തിറക്കാനുള്ള ഉത്തരവാദിത്തം. പുതിയ ഒരു ധനവിനിമയ ഏർപ്പാട് കൊണ്ടുവരുമ്പോൾ, ഒരു മൂല്യവിനിമയം കൊണ്ടുവരുമ്പോൾ ഞങ്ങളല്ലേ സാർ അത് ചെയ്യേണ്ടത്? അത് ഈ സർക്കാർ പരിഗണിക്കുന്നില്ല. ഇലക്ഷൻ കമ്മീഷൻ പറയുകയാണ്, ആളുകൾ കൊടുക്കുന്ന പണത്തിന്റെ സ്രോതസ് അറിയാതിരിക്കുക എന്നത് എന്തുമാത്രം വലിയ അപകടമാണ്. കള്ളപ്പണത്തിന്റെ വലിയ കുത്തൊഴുക്കല്ലേ ഉണ്ടാവുക. അത് ശരിയാണോ സാർ? സർക്കാർ ഇത് പരിഗണിക്കുന്നില്ല. അപ്പൊ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ചോദ്യങ്ങളെ എടുത്തുയർത്തിക്കൊണ്ട് മുന്നിലേക്ക് വരാൻ മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല. കർഷകർ സമരം ചെയ്യുമ്പോൾ ആ സമരത്തിന്റെ മുദ്രാവാക്യങ്ങളെ ഏറ്റെടുക്കാൻ മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല. 2ാം UPA സർക്കാരിന്റെ അവസാന കാലത്ത് ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന് പറഞ്ഞ് വലിയ മൂവ്മെന്റ് ഉണ്ടായപ്പോൾ അതിന്റെ പ്രചാരകരായി മുന്നിലുണ്ടായിരുന്ന മാധ്യമങ്ങൾ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ കർഷക സമരത്തിന്റെ മുന്നിലോ പിന്നിലോ നിൽക്കാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, ആ സമരങ്ങൾ പ്രതിപക്ഷത്തിൻ്റെതാണോ അതോ വിദേശ ഗൂഢാലോചനയാണോ എന്ന ഭരണകൂട സിദ്ധാന്തങ്ങൾക്ക് വെളിച്ചം പകർന്നു കൊടുക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്. അപ്പൊ മാധ്യമങ്ങൾ എന്തുകൊണ്ട് അങ്ങനെയാവുന്നു എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അവർ സ്വയമേവ ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ടവരാണോ അതോ അവർ സർക്കാരിന്റെ പണം വാങ്ങി ചെയ്യുന്നവരാണോ? നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് മേൽ വലിയ തോതിലുള്ള ഭയത്തിന്റെ കാറ്റ് വീശുന്നുണ്ട്. ഞാൻ വരുന്നത് നിരോധിക്കപ്പെട്ട വലിയ നിയമ പോരാട്ടത്തിലൂടെ വീണ്ടെടുക്കപ്പെട്ട ഒരു സ്ഥാപനത്തിൽ നിന്നാണ്. ആ സ്ഥാപനത്തെ നിരോധിക്കുക വഴി ഭരണകൂടം എന്താണ് ഉദ്ദേശിക്കുന്നത്? 300-ലധികം ആളുകൾ ജോലി ചെയ്യുന്ന 10 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനം, ഇതിന് മുമ്പ് ഒരു നോട്ടീസ് പോലും കിട്ടിയിട്ടില്ല സാർ, ഞങ്ങൾ ഇതെന്തിന് പൂട്ടണമെന്ന ചോദ്യത്തിന് ഒരു നിമിഷം ഇതിന് പ്രവർത്തിക്കാൻ അർഹതയില്ല, രാഷ്ട്ര സുരക്ഷയ്ക്ക് ഇതെതിരാണ്, പൂട്ടിപ്പോകണം എന്നാണ് സർക്കാർ പറഞ്ഞത്. ഇതിനു മുമ്പ് ഡൽഹിയിലെ ഒരു കലാപവുമായി ബന്ധപ്പെട്ട് 48 മണിക്കൂർ പൂട്ടാൻ ഉത്തരവിട്ടത് ഈ കലാപത്തിൽ RSSന് പങ്കാളിത്തമുണ്ട് എന്ന് സംശയമുണ്ട്. 2 പോലീസ് അവിടെ ശരിയാവണ്ണം പ്രവർത്തിക്കുന്നില്ല. ഈ 2 പരാമർശങ്ങളുടെ പേരിലാണ് പൂട്ടിയത്. ഈ പൂട്ടലുകൾ രാജ്യത്താകമാനമുള്ള, ഇത് കേവലം മീഡിയ വണ്ണിനെതിരെ മാത്രമായി വരുന്ന ഒരു സംഗതിയല്ല, രാജ്യത്താകമാനമുള്ള മാധ്യമങ്ങൾക്കുള്ള ഭരണകൂടത്തിന്റെ സന്ദേശമാണ്. ഭരണകൂടത്തിനെതിരായിട്ട് സംസാരിക്കാൻ പരിപാടി ഉണ്ടെങ്കിൽ, സംസാരിക്കുന്നുണ്ടെങ്കിൽ നിർത്തിക്കോ, ഇല്ലെങ്കിൽ എല്ലാവർക്കും ലൈസൻസ് ഉണ്ട്, അത് റിന്യൂ ചെയ്യേണ്ട ഞങ്ങളാണ്, പൂട്ടിക്കളയുമെന്ന ഭയം രാജ്യത്താകമാനം വെതറിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് ഈ രാജ്യത്ത് സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകുമ്പോൾ, ന്യൂസ് ക്ലിക്കിന്റെ കാര്യം ഇവിടെ പറഞ്ഞു, ന്യൂസ് ക്ലിക്ക് ചൈനീസ് ബന്ധം ആരോപിച്ച് പൂട്ടിക്കെട്ടി കളയുമ്പോൾ, അതിന്റെ ആളുകളെ പിടിച്ച് അകത്തിടുമ്പോൾ സംസാരിക്കാൻ ഈ മീഡിയ ഫ്രട്ടേണിറ്റിയിൽ നിന്ന് പോലും ആളുകൾ ഉണ്ടാവുന്നില്ല. എന്ന് വെച്ചാൽ എന്താണ്? ഭരണകൂടം ചാപ്പകുത്തിയ സ്ഥാപനങ്ങളെ നമ്മൾ പിന്തുണയ്ക്കാൻ പോയാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വെള്ളത്തിലാകുമെന്ന് വിചാരിക്കുന്ന കോർപ്പറേറ്റ് മൂലധന താല്പര്യം ഇന്ത്യയിലെ മാധ്യമങ്ങളുടെ സ്വന്തം സ്വഭാവത്തെ ഗുരുതരമാവിധം ബാധിച്ചിരിക്കുകയാണ്. ആ പ്രശ്നം അവിടെ ഉണ്ട്. മറ്റൊന്ന്, വിഭജനാശയത്തിന് കുഴലൂതിയാൽ നമുക്ക് ഒരുപാട് TRP റേറ്റിംഗ് കിട്ടുമെന്ന് വിചാരിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ഗ്യാൻവാബി മസ്ജിദിൽ ഒരു സർവേ നടത്താൻ കോടതി ഭരണഘടനയെ മറികടന്നുകൊണ്ട് ഉത്തരവിടുന്നു. ആ സർവേ പൂർത്തിയാവുന്നതിന് മുമ്പ് ഹർജിക്കാരൻ പറയുന്നു, അവിടെ നിന്ന് ഞങ്ങളൊരു പ്രത്യേക മതത്തിന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട ഒരു സ്ട്രക്ചർ കണ്ടെടുത്തു എന്ന് പറയുന്നു. അതിന്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്ന് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനം ഒരു ദിവസം മുഴുവൻ ഒരു കവറേജ് നടത്തുകയാണ്. ബാബരി മസ്ജിദ് പൊളിച്ചു വീഴ്ത്തിയപ്പോൾ ഇന്ത്യയുടെ നാണക്കേടെന്ന് തലക്കെട്ടടിച്ച മാധ്യമ സ്ഥാപനം ഇതാ ഇന്ത്യയുടെ സാംസ്കാരികമായ നേട്ടത്തിന്റെ ദിവസമെന്ന് ഈ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ദിവസത്തിൽ തലക്കെട്ട് കൊടുക്കുകയാണ്. അപ്പൊ എന്താണ്? പലതരം താല്പര്യങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, ഭരണകൂടവുമായി ഏറ്റുമുട്ടി ബിസിനസ് വെള്ളത്തിലാക്കേണ്ട, ഭരണകൂടവുമായി ഏറ്റുമുട്ടി ലൈസൻസ് പ്രക്ഷേപണാവകാശം ഇല്ലാതാക്കേണ്ട, മറിച്ച് ഭരണകൂടം പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വിഭജനാശയത്തിനാണ് ഇപ്പോൾ കൂടുതൽ ആളുകളുള്ളത്. അതിൻ്റെ ആളുകളായിട്ട് മുന്നിൽ നിൽക്കാം. ഹിന്ദുക്കളുടെ ആഘോഷം കാണാൻ മുസ്ലിങ്ങൾ എന്തിനു പോകുന്നു എന്ന ചോദ്യം ചോദിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള മാധ്യമ സ്ഥാപനമായ ആസ്തക്കിന്റെ എഡിറ്റർ രാത്രി 8 മണിക്ക് അവരുടെ തത്സമയ ഷോയിൽ ഇരുന്നിട്ടാണ്. ഇന്ത്യൻ മാധ്യമരംഗവും അതിന്റെ എഡിറ്റർമാരും അതിന്റെ തലപ്പത്തിരിക്കുന്നവരുടെ ആശയവും എങ്ങോട്ടൊക്കെയാണ് വീണു പോകുന്നത് എന്നതിന്റെ ഉദാഹരണമാണ്. അപ്പൊ എന്തുകൊണ്ട് മാധ്യമങ്ങൾ നന്നാവുന്നില്ല എന്ന ചോദ്യം, നമ്മൾ ഈ നിരാശയെക്കുറിച്ച് മാത്രം പറഞ്ഞ് വീണുപോകുന്നതിനെ കുറിച്ച് മാത്രം പറയുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ വീണ്ടെടുപ്പ് സാധ്യമാവുക എന്ന ചോദ്യമുണ്ട്. ഒന്നാമത്, ഇന്ത്യയിൽ ഈ പറയുന്ന കുഴപ്പം പിടിച്ച അന്തരീക്ഷം എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ബാധിച്ചിട്ടുണ്ട്. 1991 ആരാധനാലയ നിയമപ്രകാരം ഇന്ത്യയിൽ ഒരു പള്ളിക്കും അമ്പലത്തിന് മേൽ ആർക്കും ഒരു അവകാശവാദവും ഉന്നയിച്ച് കോടതി പോകാൻ പറ്റില്ല. പക്ഷെ ഗ്യാൻവാബി മസ്ജിദ് പെർമിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ സുപ്രീം കോടതി പോകുമ്പോൾ സുപ്രീം കോടതി ആദ്യം പറയേണ്ടത് ഗ്യാൻവാബി മസ്ജിദിന് മേൽ അവകാശവാദം ഉന്നയിച്ചു വരുന്ന ഒരു ഹർജിയും എടുക്കാൻ കഴിയില്ല, നിയമപരമായി പറ്റില്ല എന്ന് പറയേണ്ട സുപ്രീം കോടതി അത് പറയുന്നില്ല. ഇപ്പൊ അവിടെ നടക്കുന്ന എന്താണെന്ന് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മേലും ഈ തീക്കാറ്റ് ഇങ്ങനെ ചൂട് പ്രഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
പക്ഷേ അതിൻ്റെ കൂടെ സ്വാഭാവികം നിലയ്ക്ക് മാധ്യമ മേഖലയും അതിൻ്റെ പ്രശ്നത്തെ, അതിൻ്റെ വീണുപോകലിനെ അഭിമുഖീകരിക്കുന്നുണ്ട്. പക്ഷെ അവർ വീണുപോകാൻ പാടുണ്ടോ? അവർ വീണുപോകാൻ പാടില്ലാത്തവരാണ്. അവർ ഒറ്റപ്പെട്ട ശബ്ദം ഉയർത്തേണ്ടവരാണ്. അവർ ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ആത്യന്തികമായ നമ്മുടെ പ്രതീക്ഷ എന്തിലാണ്? ആത്യന്തികമായ നമ്മുടെ പ്രതീക്ഷ മാധ്യമങ്ങളിലാണോ? ആത്യന്തികമായ നമ്മുടെ പ്രതീക്ഷ കോടതികളിലാണോ? അല്ല. ആത്യന്തികമായ നമ്മുടെ പ്രതീക്ഷ മനുഷ്യരിലാണ്. സാധാരണക്കാരായ മനുഷ്യർ, ഈ രാജ്യത്തിന്റെ പൂർവ്വപിതാക്കൾ വിഭാവനം ചെയ്ത ഞങ്ങളുടെ രാഷ്ട്രം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങി വരുന്ന, ഭരണകൂടത്തോടും മാധ്യമങ്ങളോടും കോടതിയോടും കമ്മീഷനോടും ചോദ്യം ചോദിക്കുന്ന രാഷ്ട്രീയ ബോധമുള്ള മനുഷ്യരുടെ വലിയ പദയാത്ര വരാനിരിക്കുന്നുണ്ട്. അവിടെയാണ് പ്രത്യാശ. ആ മനുഷ്യരാണ് മാധ്യമങ്ങളോട് വി നീഡ് ക്വാളിറ്റി കണ്ടന്റ്, ഞങ്ങൾക്ക് വേണ്ടത് ക്വാളിറ്റി ഉള്ള കണ്ടന്റ് ആണ്. ഞങ്ങൾക്ക് വിഭജനത്തിന്റെ ആശയങ്ങളല്ല, ഞങ്ങൾക്ക് വേണ്ടത് സ്പൈസി ആയിട്ടുള്ള സംഗതികളല്ല, ഞങ്ങൾക്ക് വേണ്ടത് മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്ന മാധ്യമ മുറികളാണ് എന്നാവശ്യപ്പെടുന്ന, ക്വാളിറ്റി കണ്ടന്റ് ഡിമാൻഡ് ചെയ്യുന്ന, ക്വാളിറ്റി പൊളിറ്റിക്സ് ഡിമാൻഡ് ചെയ്യുന്ന, ക്വാളിറ്റി സൊസൈറ്റിയെ ഡിമാൻഡ് ചെയ്യുന്ന വലിയ ജനപഥത്തിന്റെ ഭാഗമാകാൻ ഇവിടെ ഇരിക്കുന്നവർക്കും കഴിയട്ടെ. നമ്മൾ സ്വപ്നം കാണേണ്ടത് ജനാധിപത്യത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ, ബഹുസ്വരതയുടെ ആ വലിയ ജനസഞ്ചയത്തെ, ആ പദയാത്രയാണ്. അതിനൊപ്പം അണിനിരക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അതിലേക്കുള്ള ചുവടുവെപ്പാവട്ടെ ഈ പരിപാടി എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.